ഏതെങ്കിലും ഒന്ന് ജനങ്ങൾക്കെതിരാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുമോ? ഏതെങ്കിലും ഒരു പരിപാടി പദ്ധതി ജനങ്ങൾക്ക് ദോഷമാണെങ്കിൽ ആദ്യം അതിനെ എതിർക്കുന്നത് CPM ആയിരിക്കും. ജനക്ഷേമകരമായ പരിപാടികളെ ജനവിരുദ്ധമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് എല്ലാ പദ്ധതികളെയും തകർക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടി, അതിനനുസരിച്ച് ഒരു ദുശകുനിയായിട്ടുള്ള ഒരു ശകുനം മുടക്കി പ്രതിപക്ഷ നേതാവ് RSSന്റെ ആയുധപ്പുരക്ക്, RSSന്റെ കളരിയിൽ, RSSന്റെ പരിശീലന കേന്ദ്രത്തിൽ കോൺഗ്രസുകാരെ കൊണ്ടുവന്ന് മാർക്സിസ്റ്റുകാരുടെ കടന്നുകയറ്റം ഉണ്ടാകും. മാർക്സിസ്റ്റുകാരെ നടത്താൻ അവർ അനുവദിക്കില്ല. അതുകൊണ്ട് RSSന്റെ ആയുധ പരിശീലനം മാർക്സിസ്റ്റുകാർ തടയുന്നു. അത് തടയാതിരിക്കാൻ വണ്ടർമാരെയും കൊണ്ടുവന്ന് RSSന് ക്യാമ്പ് നടത്താൻ RSSന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുന്നവർ KPCC പ്രസിഡന്റായാൽ അതെന്ത് കോൺഗ്രസ് ആയിരിക്കും? നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതല്ലേ. അതാ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി. ഒരു കാര്യവുമില്ല. നമ്മുടെ കേരളത്തെ പിടിച്ചുപിടിക്കുക സംഭവമായിരുന്നില്ലേ നിപ്പ വൈറസ്, COVID-19, പ്രളയങ്ങള്, ദുരിതങ്ങള്. ഏതെങ്കിലും ഈ വേദന അനുഭവിക്കുന്ന മുഖത്ത് ഇവരുണ്ടായിരുന്നോ? പ്രളയകാലത്ത് ആ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ ചേർത്ത് പിടിച്ച് ഈ കേരളം ഒന്നാണ് എന്ന് മഹത്തായ സന്ദേശങ്ങളിലൂടെ ജനങ്ങളെ ഒന്നിപ്പിച്ചൊരു ഗവൺമെന്റാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ കൈവശം പൈസയില്ല. പ്രളയവും മഹാമാരിയും വന്നു, പൈസയില്ലാതെ വിഷമിക്കുന്നു. അപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു, കാരണം ഈ കോവിഡ് കാലത്ത് 2 വർഷക്കാലം സ്കൂളുകളില്ല, കോളേജുകളില്ല, പ്രവർത്തിക്കുന്നില്ല. ആ സമയത്ത് 2 വർഷക്കാലം ലോക്ക്ഡൌൺ ആണെങ്കിലും സർക്കാർ ജീവനക്കാരുടെ മുഴുവൻ ശമ്പളവും കൊടുത്തില്ലേ? അധ്യാപകരുടെ മുഴുവൻ ശമ്പളവും കൊടുത്തില്ലേ? അവരെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി കൊടുത്തില്ലേ? ആ കാലഘട്ടത്തിൽ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ച് അവർക്ക് ആഹാരം കൊടുത്തില്ലേ? ഭക്ഷണം കൊടുത്തില്ലേ? കിറ്റ് കൊടുത്തില്ലേ? അവരാരെങ്കിലും ഒരു നേരം പട്ടിണി കിടക്കേണ്ടി പറഞ്ഞു, നിങ്ങളുടെ ശമ്പളത്തിൽ ഒരു ചെറിയ ശതമാനം, ഒരു സാലറി ചാലഞ്ച് ഈ ഗവൺമെന്റ് കടം തരൂ. 6 മാസത്തിനുള്ളിൽ ആ പണവും പലിശയും നിങ്ങൾക്ക് തിരിച്ചു തരാം. ഇപ്പോൾ തന്നതെല്ലാം തിരിച്ചു കൊടുത്തു കഴിഞ്ഞു, പലിശയടക്കം. എന്താ കോൺഗ്രസും UDF എടുത്ത തീരുമാനം? ഒരൊറ്റ സർക്കാർ ഉദ്യോഗസ്ഥനും ഈ സാലറി ചാർജിൽ പണം കൊടുക്കരുത്. ആ ഗവൺമെന്റ് ഉത്തരവും എടുത്ത് സർക്കാർ ജീവനക്കാരുടെ വീടുകളിൽ പോയി അവരെ പണം കൊടുക്കാതിരിക്കാൻ ആ സർക്കുലർ പരസ്യമായി കത്തിച്ച് മാധ്യമങ്ങളെ വിളിച്ചു ചേർത്ത് പ്രചരണം നടത്തി. ഇത്ര നശീകരണ വാസന. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങളല്ല അവർക്ക്. വളരെ പ്രയാസകരമായ കാര്യങ്ങളിൽ പോലും സങ്കുചിത രാഷ്ട്രീയവും ജനവിരുദ്ധ നിലപാടുകളും സ്വീകരിക്കുന്ന ഒരു പാർട്ടി. അതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ വയനാട്ടിൽ ചൂരൽമല, മുണ്ടക്കൈ, ആ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ. ഏതാണ്ട് ഇപ്പോഴും അതിന്റെ മരണപ്പെട്ടതിന്റെ കണക്കൊന്നും പൂർണ്ണമായി കാണാനില്ലാത്ത പട്ടികയിലാണ്. 10, 18, 19 കുടുംബങ്ങളില്ല. ഈ ചൂരൽമലയിൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ ജോലി ചെയ്യുവാനും മറ്റുമായിട്ട് ഒരുപാട് ആളുകൾ വരും. അവർ താമസിക്കുന്ന പ്രദേശമാണ്. അവിടെ ആര് താമസിച്ചിട്ടുള്ളൂ എന്നൊന്നും ആർക്കും ഒരു നിശ്ചയവുമില്ല. അവരെല്ലാം മനുഷ്യര്. ഒരുപാട് മനുഷ്യന്റെ ജീവൻ ഞെട്ടിയ സംഭവമല്ലേ. ആ മഹാദുരന്തം നടന്നപ്പോൾ കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം അവിടെ ഓടിയെത്തി ആ ജനങ്ങളെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ മുഴുവൻ കാര്യവും ചെയ്തു. പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ഈ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വേദനയാണിത്. അദ്ദേഹത്തെ ഇവിടത്തേക്ക് ക്ഷണിച്ചു. അദ്ദേഹം കേരളത്തിൽ വന്നു, ചൂരൽമലയിൽ പോയി ആ പ്രദേശം കണ്ടു.
പക്ഷെ മുക്കാ പൈസ ഇന്ന് വരെ തന്നില്ല. ആ ചൂരൽമലയിലെല്ലാം നശിച്ചുപോയ മനുഷ്യരെ പുനരധിവസിപ്പിക്കണം. 1000 കോടി ഉണ്ടെങ്കിൽ പോലും തികയില്ല. ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആന്ധ്രക്ക് പണം കൊടുത്തില്ലേ? ത്രിപുരക്ക് പണം കൊടുത്തില്ല, അവിടെ പ്രളയമൊന്നും ഉണ്ടായില്ല. ബീഹാറിന് പണം കൊടുത്തില്ലേ? ഗുജറാത്തിൽ പണം ആവശ്യമില്ല, അവിടെ കൊടുത്തില്ലേ? എന്തേ ഈ ദുരന്തം അനുഭവിച്ച നാടിന് നൽകാത്തത്? ഇത് ചോദിക്കാൻ ഏതെങ്കിലും BJP RSSകാരൻ ഇവിടെ ഉണ്ടോ? ഏതെങ്കിലും ഒരു UDFകാരനുണ്ടോ? 19 പേർ ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിൽ ജയിച്ചു പോയിട്ടില്ലേ? ഏതെങ്കിലും ഒരു കോൺഗ്രസ് MP എന്റെ കേരളത്തിനോട് അവഗണനയാണ് കേന്ദ്രം കാണിക്കുന്നത്, ഞാൻ അതുകൊണ്ട് ഈ പാർലമെന്റ് ഹാൾ വിട്ട് പോകില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഏതെങ്കിലും കോൺഗ്രസ് MP ഉണ്ടായോ? ഈ ആവശ്യം ഉന്നയിക്കാൻ ഉണ്ടായോ? നാടൊന്നും ഒഴുകിപ്പോയിട്ടൊന്നുമില്ല. ഒരു 3 വാടേ പോയിട്ടുള്ളൂ. ഏതാണ്ട് നാട് മുഴുവൻ പോകണമെന്ന മട്ടിലാണ്. ഇതാ BJP മന്ത്രി, കേന്ദ്രമന്ത്രി മുരളീധരൻ, എന്റെ BJPക്കാരെ നിങ്ങൾ ആർക്ക് വേണ്ടിയായി രാജ്യത്ത് പ്രവർത്തിക്കുന്നത്? ഇവിടെ കാസർഗോഡ് BJP ഉണ്ടല്ലോ. നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? കാസർഗോട്ടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? 3 വാർഡിലേ പോയിട്ടുള്ളൂ എന്നാണ്. കൂടുതൽ പോകാത്തതിനാണ് അദ്ദേഹത്തിന്റെ ദുഃഖം. ഇതാ BJP എന്ന് പറയുന്ന പാർട്ടി. ആ ജനങ്ങളെ ചേർത്ത് പിടിച്ച് അവരെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഈ ഗവൺമെന്റ് ഇടതുപക്ഷത്തിന്റെ മുമ്പിലുള്ള ലക്ഷ്യം. ഇവിടെ ഒരു ബദൽ നയമാണ്. തൊഴിലാളി താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ജനങ്ങൾക്ക് ആശ്വാസപരമായ പദ്ധതികൾ നടപ്പിൽ വരുത്തുക, കോർപ്പറേറ്റഡ് വർഗീയ കൂട്ടുകെട്ടുകളെ പരാജയപ്പെടുത്തുക, ജനാധിപത്യം കാത്തു സൂക്ഷിക്കുക, മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുക. കേരളം മതനിരപേക്ഷതയുടെ നാടാണ്. ഈ കേരളത്തിൽ നിലനിൽക്കുന്ന മതസാഹോദര്യം മുസ്ലിം ലീഗും കോൺഗ്രസും ഉണ്ടായതുകൊണ്ടല്ല. കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടതുപക്ഷ മനസ്സുണ്ട്. ആ ഇടതുപക്ഷ മനസ്സ് ഇവിടെ രൂപപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാർസിയും എല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നു. അത് കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു പാർട്ടി ഇവിടെ ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റ് ക്ഷണിച്ചാൽ ഇത് വർഗീയ ശക്തികളുടെ പറുദീസയാകും. രാജ്യത്ത് ന്യൂനപക്ഷത്തെ ആക്രമിക്കപ്പെടും, പിന്നോക്ക വിഭാഗങ്ങളെ വെട്ടിനിരത്തും. ഇന്ന് ഈ നാടിങ്ങനെ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ ശക്തി കൊണ്ടാണ്. സന്ദേശം നമ്മൾ എത്തിക്കണം. ഇന്ത്യയിൽ ഒരു വർഗീയ കലാപവും ഇല്ലാത്തൊരു നാട് കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളമാണ്. ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ BJPയും SDPIയും പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചില്ലേ? പാലക്കാട് വെട്ടുന്നു, പിന്നെ അതിന് തിരിച്ചു കഴിയുന്നവര് തിരിച്ചു വെട്ടുന്നു. ആലപ്പുഴയിൽ കൊലപാതകം. BJPയും SDPIയും ഒരുപോലെ രംഗത്തിറങ്ങി നടത്തിയ സംഭവങ്ങളല്ലേ? എന്നാൽ അവർക്ക് ആ സംഭവം ആവർത്തിക്കാൻ കഴിഞ്ഞോ? അതീവ ജാഗ്രതയോടുകൂടി ജനങ്ങൾ അണിനിരത്തി. ഈ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഈ വർഗീയ ഭ്രാന്തിളക്കി വിടുന്ന ഭ്രാന്തന്മാർക്കെതിരെ SDPIയെയും ജനങ്ങൾ തോൽപ്പിച്ചു. സമാധാനപരമായ അന്തരീക്ഷം കാത്തു സൂക്ഷിച്ചു. തലശ്ശേരിയിൽ മത്സ്യത്തൊഴിലാളി ഹരിദാസൻ എന്തിനാ വെട്ടിക്കൊന്നത്? ഹരിദാസൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഹരിദാസനെ കൊന്നാൽ മാർക്സിസ്റ്റുകാർ തിരിച്ചടിക്കും. അപ്പോൾ ഒരു കലാപം ഉണ്ടാക്കാം. ഇത് മനസ്സിലാക്കി സഖാവ് ഹരിദാസനെ വെട്ടിക്കൊന്നപ്പോഴും വേദന സഹിച്ച് നാടിന്റെ ഐക്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അതാണ് ഈ കേരളത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള വഴി. ഗവൺമെന്റിനുണ്ട് ഈ ടേമിൽ. കേരളത്തിന്റെ പഴയകാല ചരിത്രം നോക്കിയാൽ കോൺഗ്രസ് പാർട്ടി ഗവൺമെന്റുകളെ ഭരിക്കാൻ അനുവദിക്കില്ല. പിരിച്ചുവിടും, പാർട്ടികളെ വിലക്കെടുക്കും, കൂറുമാറ്റം നടത്തും, ഭരണമുണ്ടാക്കും. ഇതാണ് അവർ സ്വീകരിച്ചു വന്നിരുന്നത്. ധരിച്ചത്
മാറി മാറി വരും. അതുകൊണ്ട് പിണറായി വിജയൻ ഗവൺമെന്റ് ഒരു ടേമോട് കൂടി തീർന്നു. ഇനി ഞങ്ങളാണ് അധികാരത്തിൽ. ആരായിരിക്കണം മുഖ്യമന്ത്രി? കോൺഗ്രസിന് മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി മറ്റൊരു പാർട്ടിക്ക്. ആരൊക്കെ മന്ത്രിമാർ, ആരൊക്കെ പേഴ്സണൽ സ്റ്റാഫ്? കണക്ക് കൂട്ടി കുപ്പായമിട്ട് തയ്യാറായിട്ട് വന്നു. പക്ഷെ കേരളത്തിലെ വിവേകമുള്ള ജനത ഇടതുപക്ഷ മുന്നണിക്ക് വീണ്ടും പിന്തുണ കൊടുത്തു. 99 സീറ്റിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. വലിയ ബഹുജന പിന്തുണ. ഇപ്പോൾ ആ ബഹുജന പിന്തുണ കുതിച്ചുയരുകയാണ്. ആ ബഹുജന പിന്തുണയെ ദുർബലമാക്കിയില്ലെങ്കിൽ വീണ്ടും ഒരു മൂന്നാം ഗവൺമെന്റ് ഉണ്ടാകും, പിണറായി ഗവൺമെന്റ് ഉണ്ടാകും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ കേരളത്തിന്റെ ഭരണരംഗത്ത് സ്തംഭന. നല്ല വാക്കുകൾ കൊണ്ട് അവരെ പീഡിപ്പിച്ച് കേരളത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായി കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നു. കേരളത്തിന് അർഹതപ്പെട്ട വീതം കിട്ടി കേരളം വളർന്നാൽ വീണ്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിലേക്ക് വരും. ഇതവരെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. അതിനവർ കണ്ടുപിടിച്ച മാർഗം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രചാരവേല സംഘടിപ്പിക്കുക, അതിന് മാധ്യമങ്ങളെ വിലക്കെടുക്കുക, മാധ്യമങ്ങളെ പണം കൊടുത്ത് വിലക്കെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്നത്തെ മാധ്യമങ്ങളെ അതേപോലെ പ്രത്യേക കാര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി UDF-നും BJP-ക്കും വേണ്ടി മാധ്യമത്തെ രൂപപ്പെടുത്തി പണം കൊടുത്ത് വിലക്കെടുക്കും. ആ പണം കൊടുത്ത് വിലക്കെടുത്ത് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ പ്രചാരവേല നടത്തുക. അതിന്റെ രംഗമാണിപ്പോൾ. എന്തും വിളിച്ചു പറയുക, എന്ത് കള്ളത്തരവും പ്രചരിപ്പിക്കുക. അതിനുവേണ്ടി കുറെ ആളുകളെ സെലക്ട് ചെയ്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഓരോ ദിവസങ്ങളിൽ നിങ്ങൾക്കത് കേൾക്കാൻ കഴിയും. കേരളത്തിൽ ഒരു ഘട്ടത്തിലുള്ള വലിയ പ്രചരണം ഈ മാധ്യമങ്ങൾ എഴുതിയില്ലേ പൂരം കലക്കിയെന്ന്? ഏതെങ്കിലും പൂരത്തിന്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും മുടങ്ങിയിട്ടുണ്ടോ? എല്ലാ അനുഷ്ഠാനങ്ങളും നടന്നു, എല്ലാ പൂജകളും നടന്നു. എല്ലാം നടന്നു കഴിഞ്ഞാൽ വെടിക്കെട്ടാണ്. ഇരിക്കുന്ന മുറിയിൽ നിന്ന് ഇത്ര മീറ്റർ അകലത്തിൽ മാത്രമേ വെടിക്കെട്ട് നടത്താൻ പാടുള്ളൂ. ജനങ്ങൾ വെടിക്കെട്ട് നടത്തുന്ന സ്ഥലത്ത് നിന്ന് ഇത്ര മീറ്റർ 100 മീറ്റർ മാറിയിട്ടുണ്ടാകണം. അടുത്ത് ജനങ്ങൾ ഉണ്ടാകരുത്, കെട്ടിടം ഉണ്ടാകരുത്, പടക്കശാല ഉണ്ടാകരുത്. ചില നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. ആ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് വെടിക്കെട്ട് നടത്താൻ പോലീസ് പറഞ്ഞു. അപ്പൊ BJP-ക്കാരെ വന്ന് പറഞ്ഞു അതൊന്നും ഇപ്പൊ പാലിക്കാൻ പറ്റില്ല, ഞങ്ങൾ വെടിപൊട്ടിക്കും. പോലീസ് പറഞ്ഞു വെടിപൊട്ടിയാൽ അപകടമുണ്ടാകും. നിങ്ങൾ ഇവിടെ നീലേശ്വരത്ത് കണ്ടില്ലേ, 7 പേരല്ലേ മരണപ്പെട്ടത്, 150 ആളുകളല്ലേ പരിക്കേറ്റത്. എന്തുകൊണ്ട്? അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചില്ല, സുരക്ഷിതത്വം ഉണ്ടാക്കിയില്ല, പോലീസ് സഹായം തേടിയില്ല. ഇതാ സംഭവിച്ചത്. പൂരം വെടി നടത്തണമെങ്കിൽ നിയമം പാലിച്ചേ പറ്റി. ഇപ്പോഴത്തെ MP അന്നത്തെ സ്ഥാനാർത്ഥി ഒരു ആംബുലൻസിൽ വന്ന് ഇറങ്ങി. പിന്നെ അദ്ദേഹത്തിന് എങ്ങനെയാ വന്നത് എന്ന് പോലും ഓർമ്മയില്ല. ആംബുലൻസിലോ വന്നത്, അല്ല കാറിലോ വന്നത്, അല്ല BJP-ക്കാർ എടുത്തുകൊണ്ട് വന്നതാണോ, എവിടുന്നാ കൊണ്ടുവന്നത് എന്ന് പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ല. അതാ MP വന്നാകെ ബഹളം ഉണ്ടാക്കി. പിന്നെ 2 മണിക്കൂറിന് ശേഷം വെടിക്കെട്ട് നടന്നു. എവിടെയാ പൂരം കലക്കിയത്? എന്താ കലക്കിയത്? ഇതല്ലേ ഇവിടെ UDF-കാർ പ്രചരിപ്പിച്ച. ADGP-ക്ക് നേരെയാണ് വലിയ ആക്ഷേപം. ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP, ആ ADGP-ക്ക് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡ് SP ഇവിടുത്തെ എല്ലാ പാർട്ടി നേതാക്കന്മാരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടാകില്ലേ? ബന്ധമുണ്ടായാൽ മാത്രമേ ക്രമസമാധാനം കാത്തു സൂക്ഷിക്കാൻ പറ്റൂ. അതിലൂടെ വേണം. എല്ലാം പോലീസും തോക്കും കൊണ്ടല്ല, മനുഷ്യരാണ്. പരസ്പര ബന്ധങ്ങളും വിശ്വാസങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബന്ധം സ്ഥാപിച്ചെടുത്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഒരു ADGP-ക്ക്
RSSന്റെയോ CPMന്റെയോ മറ്റേത് നേതാക്കളുമായിട്ട് ബന്ധമുണ്ടാകുന്ന തെറ്റാണോ? എന്താ ഇവിടെ വ്യാഖ്യാനിച്ചത്? അടിസ്ഥാനരഹിതമായ പ്രശ്നങ്ങൾ ADGP ഇപ്പോഴും മാധ്യമങ്ങൾ എഴുതി പ്രചരിപ്പിക്കുകയല്ലേ? അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു, വോട്ടെണ്ണിയപ്പോൾ 86,964 വോട്ട്. 86,964 വോട്ട് കോൺഗ്രസിന്റെ വോട്ട്. പോയ വഴിയില്ല. എന്നാൽ ആ വോട്ട് സുരേഷ് ഗോപിക്ക് വന്നിട്ടുണ്ട് 76,227. CPMന്റെ വോട്ട് 16,226 വർദ്ധിച്ചു. CPMന്റെ വോട്ട് വർദ്ധിച്ചു. കോൺഗ്രസിന്റെ വോട്ട് 87,000 ഇല്ല. 76,000 വോട്ടിൽ സുരേഷ് ഗോപി ജയിക്കുന്നു. ആരെ വോട്ട് കൊണ്ടാ ജയിച്ചത്? കോൺഗ്രസിന്റെ വോട്ട് വിലക്കെടുത്തു. വോട്ടർമാരെ മാത്രമല്ല, നേതാക്കന്മാരെ വിലക്കെടുത്തു. കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും സുരേഷ് ഗോപിയുടെ പണവും പറ്റി, BJPയുടെയും RSSന്റെയും പണവും പറ്റി. അവിടെ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യിപ്പിച്ചില്ലേ? അതുകൊണ്ടാണ് അവിടുത്തെ തോറ്റ സ്ഥാനാർത്ഥി K മുരളീധരൻ പറഞ്ഞു, എന്നെ ഇവിടെ നിർത്തി തോൽപ്പിച്ചതാണ്. മുരളീധരനാണ് പറഞ്ഞത്. വിവാദം വരുന്നതിന് മുമ്പ് മുരളീധരൻ പറഞ്ഞു, എന്നെ തോൽപ്പിച്ചതാണ് കോൺഗ്രസ്. ഇവിടുത്തെ DCC പ്രസിഡന്റാണ് എന്നെ തോൽപ്പിക്കാൻ പണം വാങ്ങി നേതൃത്വം കൊടുത്തത്. ഇവിടുത്തെ DCC പ്രസിഡന്റാണ് അതിന്റെ ഉത്തരവാദി. മുരളീധരൻ പറഞ്ഞില്ലേ? എന്ന് മാത്രമല്ല, കോൺഗ്രസ് അവിടുത്തെ DCC പ്രസിഡന്റിനെ പുറന്തള്ളി. തൃശ്ശൂരിലെ ആളെ മാറ്റി പാലക്കാട് ഒരു പുതിയ DCC പ്രസിഡന്റ് ആവാൻ വേണ്ടി ഒരാളെ കൊണ്ടുപോകും. നാണമില്ലല്ലോ CPMനെ ആക്ഷേപിക്കാൻ. അതിന്റെ ഒരു ഭാഗം VD സതീശന്. മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പുകൾ ഏറ്റുമുട്ടി. ഇപ്പൊ കോൺഗ്രസുകാർ പറയുന്നത് ഈ VD സതീശൻ കോൺഗ്രസിന്റെ ദുശകുനിയാ. VD സതീശനെ കണ്ടു പുറപ്പെട്ടാൽ അന്നോടുകൂടി കോൺഗ്രസ് അധപ്പതനത്തിലേക്ക് നീങ്ങി. ഇതാണിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPM BJP ബന്ധമാണോ? ഞങ്ങളെ കൊല്ലാനും വെട്ടാനും നടക്കുന്നവരാ. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാ പിണറായി വിജയനെ കൊല്ലാൻ എത്ര പ്രാവശ്യം ശ്രമം നടത്തി? മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ പിണറായി വിജയന്റെ തലയെടുത്താൽ 2 കോടി പ്രഖ്യാപിച്ചത് RSS. ഞങ്ങൾ എന്തൊക്കെ നേരിട്ടിട്ടാ ഇവിടെ എത്തിയിരിക്കുന്നത്? ആ ഞങ്ങളെ നോക്കി പറയാൻ ഈ കോൺഗ്രസിന്റെ RSSന്റെ കാവൽക്കാരനും RSSന്റെ സ്ഥാപക നേതാവ്, ആ സ്ഥാപക നേതാവിന്റെ പടത്തിന് മുമ്പിൽ ചെന്ന് പുഷ്പാർച്ചന നടത്തി മുട്ടുകുത്തി ഇരുന്ന് ചന്ദനത്തിരിയും കർപ്പൂരവും കത്തിച്ച് ഗോൾവാൾക്കറെ വണങ്ങി നടന്നിരിക്കുന്ന VD സതീശ, എങ്ങനെയാണ് ഞങ്ങൾ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് ധൈര്യം? എവിടുന്നാ ഈ ധൈര്യം കിട്ടിയത്? നിങ്ങൾക്ക് എന്തും പറയാൻ ലൈസൻസ് തന്നിട്ടുണ്ടെന്നാണോ? അതുകൊണ്ട് വായിക്ക് എന്തും പറയാൻ ലൈസൻസ് കൊടുത്തിരിക്കുന്ന ഒരു നേതാവായി അതപ്പതിക്കരുത്. പ്രതിപക്ഷ നേതാവിന്റെ കസേരക്ക് കുറച്ച് ബഹുമാനമുണ്ട്. അവിടെ പല നേതാക്കളും ഇരുന്ന കസേരയാണ്. അവിടെ VD സതീശൻ കയറിയിരിക്കുമെന്ന് ധരിച്ചിരുന്നെങ്കിൽ ആ കസേര മാറ്റിയനെ. VD സതീശ ഇങ്ങനെ അതപ്പതിച്ചു പോകരുത്. രാഷ്ട്രീയത്തിൽ സത്യസന്ധതയും മാന്യതയും ഉണ്ടാകണം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പൊ വലിയ വിവാദങ്ങൾ. കേരള മുഖ്യമന്ത്രി സഖാ പിണറായി പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗുകാർ ആലോചിക്കണം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കാൻ പ്രതിജ്ഞയെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അത് തന്നെയാണ് SDPI. ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും കേരളത്തിലെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അവരുടെ നിലപാട് എന്താ?
UDF-നോടൊപ്പമാണ്. VD സതീശ, നിങ്ങൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പമാണ്, നിങ്ങൾ SDP-യോടൊപ്പമാണ്. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് വന്ന അവസരത്തിൽ നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും കണ്ട് വണങ്ങി അവരെ പിന്തുണ ഉറപ്പിച്ച് തുടക്കം കുറിച്ചതാണ്. ഇപ്പോഴതാ തെരഞ്ഞെടുപ്പുകളിൽ ഈ ഐക്യം, മുസ്ലിം ലീഗ് ആ ഐക്യത്തോടൊപ്പം CPI-യും ജമാഅത്തെ ഇസ്ലാമിയും ഉയർത്തിക്കൊണ്ടുവരുന്ന ആ മുദ്രാവാക്യം എന്ത് പ്രത്യാഘാതമാണ് കേരളത്തിൽ ഉണ്ടാക്കുക? മതവികാരം ഉണ്ടാകും, മുസ്ലിം വിരുദ്ധ വികാരങ്ങളിലേക്ക് എത്തുന്നത്. ഇവിടെ RSSന്റെ ലക്ഷ്യം എന്താ? ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഏത് വഴികളും സ്വീകരിക്കും, ഏത് വഴികളിലൂടെയും സഞ്ചരിക്കും. ഹിന്ദു രാഷ്ട്രം. അതുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങളെയും ഞങ്ങൾ കൊന്നൊടുക്കും, വേട്ടയാടും. അത് പ്രഖ്യാപിച്ച് നടക്കുന്നവരാണ് RSS. മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി, SDP-I. ഈ രണ്ട് കൂട്ടരും ഈ മുദ്രാവാക്യമുയർത്തി, സന്ദേശമുയർത്തി രാജ്യത്ത് ശിഥിലീകരണമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലലല്ലേ നടത്തുന്നത്? ഈ ഘട്ടത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ഈ രണ്ട് വർഗീയതയ്ക്കുമെതിരായി പോരാടണം. എന്താ കോൺഗ്രസ് സ്വീകരിച്ചത്? ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. ഇത് ഗുണകരമാണോ? ഞങ്ങളതാ ലീഗുകാരോട് പറഞ്ഞതും ബഹുമാനപ്പെട്ട കേരള. പക്ഷെ തങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പാർട്ടിയാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്, ജയിക്കുന്നുണ്ട്. അങ്ങനെ മത്സരിച്ച് ജയിച്ച് ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മതനിരപേക്ഷതയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം പോകുന്നത് ശരിയാണോ? മുസ്ലിം ലീഗിന്റെ മുൻകാല നേതാക്കൾ, മുസ്ലിം ലീഗിൽ നയിച്ചിരുന്ന നേതാക്കൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ 10 അകലത്താണ് വെക്കാറ്, അടുത്ത് നിർത്താറില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ലീഗിന്റെ മുൻകാല നേതാക്കൾ സഖ്യമുണ്ടാക്കിയിട്ടുണ്ടോ? ഈ ജമാഅത്തെ ഇസ്ലാമിയും SDP-യുമായി സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോയാൽ ലീഗ് ഉണ്ടാകില്ല. ലീഗിനെ അവർ കൊണ്ടുപോകും. പിന്നെ ലീഗും തങ്ങൾ മേലോട്ട് നോക്കേണ്ടി വരും. ആ ഗതികേട് നിങ്ങൾക്കുണ്ടാകരുത്. നിങ്ങൾ ന്യൂനപക്ഷത്തിന്റെ പാർട്ടി എന്നുള്ള നിലയിൽ ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിച്ച് പ്രവർത്തിക്കണം. ആ മതനിരപേക്ഷതയെ തകർക്കാൻ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക്, പോപ്പുലർ ഫ്രണ്ടിന്, SDP-ക്ക് നിങ്ങൾ വഴിവെച്ചു കൊടുത്തിരിക്കുന്നു, വഴി തുറന്നു കൊടുത്തിരിക്കുന്നു. ഈ അപകടം മനസ്സിലാക്കിയിട്ടാണ് മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ട അതൊരു പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടിയാകുമ്പോൾ, രാഷ്ട്രീയ രംഗത്ത് മത്സരിക്കുന്നവരാകുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകും. ആ വിമർശനങ്ങൾ കേട്ട്, സഹിഷ്ണുതയോടുകൂടി കേട്ട്, തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി പോവുകയാണ് വേണ്ടത്. ഞങ്ങൾ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഞങ്ങൾ പരസ്യം കൊടുത്തു. ഞങ്ങൾ ആർക്ക് പരസ്യം കൊടുക്കണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്? VD സതീശനെ നിശ്ചയിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അത് ജനാധിപത്യവും മതനിരപേക്ഷതയും കാത്തു സൂക്ഷിക്കലാണ്. അതിനുതകത്തക്ക നിലയിൽ തെരഞ്ഞെടുപ്പിന്റെ പരസ്യം, പ്രചാരണം, പാട്ടുകള്, എഴുത്തുകള്, പ്രസംഗങ്ങൾ എങ്ങനെ വേണമെന്ന് ഞങ്ങൾ നിശ്ചയിക്കും. ജനാബ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലുള്ള പത്രങ്ങളാണ്. ആ പത്രങ്ങൾക്ക് പരസ്യം കൊടുത്തിട്ടുണ്ട്. സുന്നി മതവിഭാഗം മതനിരപേക്ഷത ഉണ്ടായാലേ മതന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയുണ്ടാകൂ എന്ന നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ നടക്കുന്നതല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ ഉണ്ടോ സുന്നി? PDP-യുടെ കൂടെ, ഈ SDP-യുടെ കൂടെ ഉണ്ടോ? പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെ ഉണ്ടോ? സുന്നി അവരുടേതായിട്ട് ഒരു മതനിരപേക്ഷതയുടെ കാഴ്ചപ്പാടുണ്ട്. അവർക്ക് മതവിശ്വാസം കാത്തു സൂക്ഷിക്കണമെങ്കിൽ, മതാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ കഴിയണമെങ്കിൽ മതനിരപേക്ഷത നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ച സുന്നിയുടെ മുഖപത്രമാണ്
അതിലാ ഞങ്ങൾ പരസ്യം കൊടുത്തത്. ആ പരസ്യം കൊടുത്തതിൽ എന്താ തെറ്റ്? ഇനി നിങ്ങളോട് ചോദിക്കണോ? എന്താ നിങ്ങളാ ഞങ്ങളുടെ യജമാനൻ? വേറെ പണി നോക്ക് സുരേഷ പോയിട്ട്, സതീശ പോയിട്ട്. ഏതാണ്ട് കാര്യം തെളിവില്ലാത്ത ഒരാളാണ് ഇതിന്റെ പ്രസിഡന്റ്. ചക്കിയും ചങ്കരും രണ്ടും ഒരുപോലെ. ഇത് രണ്ടും കോൺഗ്രസിന് നയിച്ചാൽ ഇത് കോൺഗ്രസിന്റെ അന്ത്യമായിരിക്കും, കോൺഗ്രസിന്റെ അവസാനമായിരിക്കും. വന്നുപെടുക. അതുകൊണ്ട് UDF-ലെ മുസ്ലിം ലീഗ് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഇവിടെ UDF-ന് ജയിക്കാൻ അവർ ഭയപ്പെട്ടു, തെരഞ്ഞെടുപ്പിന് ഭയപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടെയും പിന്തുണ വേണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഓടി നടന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ PDP-യുടെ SCPI-യുടെയും അതുപോലെ തന്നെ അവരുടെ കൂടി സഹായം വാങ്ങി. അപ്പോഴാണ് സന്ദീപ് വാര്യർ ഇങ്ങോട്ട് പുറപ്പെട്ടത്. സന്ദീപ് വാര്യർ പുറത്തുപ്പെട്ടപ്പോൾ ലീഗുകാർ പറഞ്ഞു അടുപ്പിക്കാൻ പറ്റില്ല ഇവനെ, ഇവൻ ഗാന്ധിജിയെ കൊന്നതിനെ ന്യായീകരിച്ചവനാണ്. ഇന്നലെ വരെ തങ്ങളെയും മുസ്ലിം ലീഗിനെയും ചീത്ത പറഞ്ഞ് നടന്ന RSS-കാരനാണ്. ഉടനെ എന്താ കോൺഗ്രസ് ചെയ്തത്? മുസ്ലിം ലീഗ് തങ്ങളുടെ അടുത്തേക്ക് കോൺഗ്രസ് അല്ല ഈ സന്ദീപ് വാര്യരെ അയച്ചത്. നിങ്ങൾ എന്ത് പാർട്ടിയാ? നിങ്ങൾ ജനാധിപത്യ മതേതര പാർട്ടിയാണോ? ഗാന്ധിജിയുടെ പാർട്ടിയാണോ? നിങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെയാണോ? അതുകൊണ്ട് കോൺഗ്രസ് ഒരു നാശത്തിലേക്കാണ്. ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ Second, Ajit and Ravish. ഭാസ്കരൻ സഖാവ് CPM-ന്റെ മുൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ്. രചന നിർവഹിച്ചത് സഖാവ് ഭാസ്കരൻ സഖാവ് CPM-ന്റെ മുൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ്.
വീഡിയോ എടുത്തത് എനിക്ക് വീഡിയോ അല്ലേ വേണ്ട. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 എത്തുന്നു. കടലിനടിയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുണ്ടോ? കടലിനടിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം. 12,000 ചതുരശ്ര അടി തീർത്ത കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ഡിസ്നി മാജിക് ഷോ, ബേറ്റ്സ് ഷോ, കടൽ കൊട്ടാരം, അമ്യൂസ്മെന്റ് പാർക്ക്, കൂടാതെ നിങ്ങളുടെ നാവിൽ രുചിയൂർന്ന വിഭവങ്ങളുമായി 5,000 ചതുരശ്ര അടിയിൽ തീർത്ത ഫുഡ് കോർട്ട് എന്നിങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലോകോത്തര നിലവാരമുള്ള ഈ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക് ഈ നാട്ടിലെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാസർഗോഡിന്റെ മണ്ണിൽ ചരിത്രം കുറിക്കാനായി ഇതാ മറ്റൊരു വർണ്ണ പ്രപഞ്ചമെത്തുന്നു. ഒക്ടോബർ 31 മുതൽ കാസർഗോഡ് വിദ്യാനഗറിൽ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്ന ആവേശവും ആനന്ദവും ഉണർത്തുന്ന മാജിക് ലാൻഡിന്റെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക്, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുടെ ലോകത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രജ ഈവന്റ് സംഘടിപ്പിക്കുന്ന മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 കാസർഗോഡിനെ കടലിന്റെ കാണാ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ, City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. നമ്മളെല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന ഭയവും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മൾ എത്ര പേർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കൃത്യമായി ഫിറ്റ് ചെയ്യാനറിയാം? ഈ ചോദ്യം കേട്ട് ആരും നെറ്റി ചുളിക്കേണ്ട. ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന് വരെ അതിൻ്റേതായ രീതികളുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അതിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ മണ്ടത്തരമാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പാചകവാതകത്തിന് നിറമോ മണമോ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ലായനി രൂപത്തിലാണ് കുറ്റിയിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ഇതിന് മണമില്ല. പക്ഷേ ഗ്യാസ് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി മണം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും നമ്മളിൽ പലർക്കുമില്ല. ഗ്യാസ് നൽകുന്ന കമ്പനികളും ഇതിനെക്കുറിച്ച് അവബോധം നൽകാറില്ല. ആദ്യമായി വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് ചെരിച്ചിടാനോ ഉരുട്ടിക്കൊണ്ടുവരാനോ പാടില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകി വരാനിടയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ തെറ്റ് ആവർത്തിക്കുന്നവർ തന്നെയാണ്. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തേ വയ്ക്കാവൂ. അതായത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്താണ് അത് സൂക്ഷിക്കാൻ എന്ന് സാരം. അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടുകയും അത് സ്ഫോടനത്തിന് ഇടയാവുകയും ചെയ്യും. ഒരിക്കലും സിലിണ്ടർ കുഴിയിലിറക്കി വയ്ക്കുകയോ അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത്. ഗ്യാസ് സിലിണ്ടർ പുതിയവ ഫിറ്റ് ചെയ്യുമ്പോഴും പഴയത് മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കണം എന്നുള്ള നിയമം നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട്? വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ഗ്യാസ് ട്യൂബ് മാറ്റിയിടണം എന്നുള്ള കാര്യവും നമ്മളിൽ എത്ര പേർക്കറിയാം? വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ
ആദ്യം ചെയ്യേണ്ടത് ഉപയോഗത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതുതായി ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഇടുകയും ചെയ്യരുത്. ശേഷം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അടച്ചിട്ടിട്ടുള്ള വെന്റിലേറ്ററുകൾ, വാതിലുകൾ എന്നിവ ഉടൻ തന്നെ തുറന്നിടണം. ഇനി ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാലോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ച് പുറത്തേക്ക് ശക്തിയായി കത്തിയാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ്. ലിക്വിഡ് പെട്രോളിയം പുറത്തു വന്ന് ഓക്സിജന്റെ സഹായത്തോടെയാണ് കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചെറിയ തീ പടർന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലേക്കിട്ടാൽ തീ അണഞ്ഞു കിട്ടും. ഇങ്ങനെ ചെയ്ത് സിലിണ്ടർ തണുപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒരിക്കലും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഉയർത്തി മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാവൂ. ഗ്യാസ് അടുപ്പുകൾ പുറത്തു വയ്ക്കുകയും അവിടെ നിന്ന് പൈപ്പ് വഴി കണക്ഷൻ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മുൻകരുതൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ തന്നെ പുറത്തുപോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും ഒരു കുഞ്ഞു ഷെയറും ഒരു കുഞ്ഞു കമൻറ്റും തരണമെന്ന് കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.